വിശുദ്ധ പൗലോസ് എഫെസോസുകാർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 10-ാം തിരുവചനം. ആകിയാൽ യേശുക്രിസ്തുവിന്റെ ശക്തിയുള്ള പ്രഭാവത്തിലും കരുത്താർജിക്കുവിൻ. സാത്താന്റെ കുടില തന്ത്രങ്ങളെ തകർക്കുവാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. എന്തെന്നാൽ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും അന്ധകാര ലോകത്തിലെ അധിപന്മാർക്കും സ്വർഗീയിടങ്ങളിൽ വസിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് നമ്മൾ യുദ്ധം ചെയ്യുന്നത്. നമ്മൾ ഓരോരുത്തരും ആത്മീയ യുദ്ധത്തിൽ പങ്കു ചേർന്നുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. ഈ ആത്മീയ യുദ്ധം മരണം വരെ നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ആത്മീയ യുദ്ധത്തിൽ ആത്മീയ ആയുധങ്ങളാണ് എടുക്കേണ്ടത്. വിശ്വാസത്തിന് പരിചയം എടുക്കണം. വിശ്വാസ പരിചയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശുദ്ധിയുടേതാണ്, പ്രാർത്ഥനയുടേതാണ്, അത് വിശ്വാസത്തിൻ്റെതാണ്. ഇതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മെ ഓരോരുത്തരെയും അവിടുന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ആത്മീയ ആയുധം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കരകളിൽ നിന്ന് ശക്തി സംഭരിക്കുന്ന ഒരു വ്യക്തിയായി തീരുക. വചനത്തിൽ നാം കാണുമ്പോൾ അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? ഓരോ വ്യക്തിക്കും പ്രാർത്ഥിക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ. രോഗം മാറാൻ, കടബാധ്യത മാറാൻ, വിദേശത്ത് പോകാൻ, വീട്ടു പരീക്ഷ ജയിക്കുവാൻ, ഇതുപോലെ ഒരുപാട് നിയോഗങ്ങളുണ്ട്. എന്നാൽ നിയോഗങ്ങളുണ്ട്, അനുഗ്രഹങ്ങളുണ്ട്. അതെല്ലാം നമുക്ക് നിറവേറ്റി തരുന്നോ? അതുകൊണ്ട് നമ്മൾ സ്വർഗത്തിൽ പോകുകയോ? സ്വർഗത്തിൽ പോകാൻ ഒരു ദൈവ പൈതൽ ഉണ്ടാവേണ്ടതാണ്. കൃപയുള്ള വ്യക്തികളായി മാറുക. വിശുദ്ധ ജോൺ മരിയ വിയാരിയുടെ ജീവിതം നോക്കി. ആർസ് എന്ന് പറയുന്ന കൊച്ചു ഗ്രാമം, ആ ഗ്രാമത്തിലെ വികാരിയച്ഛനായി കടന്നു വന്നിരിക്കുക. എന്തുകൊണ്ടാണ് ഇത്രയും മോശപ്പെട്ട ഒരു മനുഷ്യൻ പോലും കയറി ചെല്ലാത്ത ഇടവ സമൂഹത്തിലേക്ക് ജോൺ മരിയ വിയാരിയെ അയച്ച്? കാരണം സെമിനാരി പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ വലിയ ബുദ്ധിയില്ല, വലിയ സാമർഥ്യമൊന്നുമില്ല, വലിയ കഴിവൊന്നുമില്ല, ഒന്നുമില്ലാത്തവൻ. പക്ഷെ അവൻ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാ. മാതാവിനോട് ഭക്തിയുണ്ട്, കൊന്ത ചെല്ലാൻ അറിയാം, അവനൊരു ഭക്തിയുണ്ട് എന്ന് കണ്ട് അവനെ അവിടേക്ക് അയച്ചിരിക്കുക. എന്നാൽ ജോൺ മരിയ വിയാനി ആർസ് എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിലേക്ക് കടന്നു വരുന്നു. ആ ഇടവ ദേവാലയത്തെ അവന്റെ പ്രാർത്ഥന കൊണ്ട് വിശുദ്ധീകരിക്കുക. വലിയ ജനമൊന്നുമില്ല, മദ്യപാനികള്, കുടിയന്മാരായിട്ടുള്ള വ്യക്തികൾ, വിശ്വാസ ജീവിതം ഇല്ലാത്തവര്, അങ്ങനെ ജീവിക്കുന്ന ഒരു അപരിഷ്കൃത സമൂഹത്തിന് മുമ്പിൽ തൻ്റെ വിശ്വാസം ഏറ്റുപറയാൻ ജോൺ മരിയ വിയാനി തയ്യാറായി. രാത്രിയുടെ യാമങ്ങളിൽ സക്രായുടെ മുമ്പിൽ പോയി മുട്ടുകൾ കുത്തും. ദൈവമേ, ഈ ജനത്തിന് മേൽ കരുണ തോന്നണമേ. അവൻ കരമുയർത്തി പ്രാർത്ഥിക്കും. ആ ജനം എങ്ങനെയോ അവനിലെ വിശുദ്ധി തിരിച്ചറിയുക. ജോൺ മരിയ വിയാനിയുടെ പ്രസംഗം കേൾക്കാൻ വേണ്ടി ജോൺ മരിയ വിയാനി 18 മണിക്കൂർ കുമ്പസാരക്കൂട്ടിലിരിക്കും. അവന്റെ അടുക്കൽ വന്ന് കുമ്പസാരിക്കാൻ വേണ്ടി ജനം മുഴുവൻ ഓടിയെത്തിയ കണ്ടോ പ്രിയപ്പെട്ടവരെ? അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. ഈ കാലഘട്ടത്തിലും നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സ്വർഗം തുറക്കപ്പെടും. നമ്മുടെ ശരീരത്തിന് താങ്ങാൻ കഴിയാത്ത, മനസ്സിന് താങ്ങാൻ കഴിയാത്ത, ആത്മാവിന് താങ്ങാൻ കഴിയാത്ത പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് നമ്മൾ ഓരോരുത്തരും നിറയുക. പ്രഭാതത്തിൽ ഉണർന്ന് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക. പ്രഭാതത്തിൽ ഉണർന്ന് പ്രാർത്ഥിച്ചാൽ എന്താണ് നമുക്ക് ലഭിക്കുക? പ്രഭാഷകന്റെ പുസ്തകം 32-ാം അധ്യായം 16-ാം തിരുവചനം പറയുകയാണ്, പ്രഭാതത്തിൽ ഉണർന്ന് അവിടുത്തെ അന്വേഷിക്കുന്നവർക്ക് കൃപ ലഭിക്കും. പ്രഭാതത്തിൽ ഉണർന്ന് അവിടുത്തെ അന്വേഷിക്കുന്നവർക്ക് കൃപ ലഭിക്കും. വീണ്ടും നമ്മൾ വചനത്തെ കാണുകയാണ്. ജ്ഞാനത്തിന്റെ പുസ്തകം 6-ാം അധ്യായം 14-ാം തിരുവചനം, പ്രഭാതത്തിൽ ഉണർന്ന് അവളെ തേടുന്നവർ പ്രയാസം കൂടാതെ അവളെ കണ്ടുമുട്ടും. പ്രഭാതത്തിൽ ഉണർന്ന് അവളെ തേടുന്നവർ പ്രയാസം കൂടാതെ അവളെ കണ്ടെത്തും. അവൾ വാതിക്കൽ കാത്തു നിൽക്കുന്നുണ്ട്. ജ്ഞാനത്തിന്റെ പുസ്തകം 16-ാം അധ്യായം 27-ാം തിരുവചനം പറയുകയാണ്, അഗ്നിയിൽ ഉരുകാത്തത് അരുണോദയത്തിൽ ഉരുകി. അഗ്നിയിൽ ഉരുകാത്തത് എന്താ ഉള്ളത്? എന്ത് അഗ്നിയിലേക്ക് ഇട്ടുകെടുത്താലും ഉരുകാത്തത് ആയിട്ടൊന്നുമില്ല. എല്ലാം നമുക്ക് ഉരുകി കിട്ടുന്നുണ്ട്. എന്നാൽ പറയുകയാണ്, അഗ്നിയിൽ ഉരുകാത്ത ചില മേഖലകളുണ്ട് നിന്റെ ജീവിതത്തിൽ. എത്ര നോക്കിക്കഴിഞ്ഞിട്ടും നോക്കിക്കോ,
ഭർത്താവിൻ്റെ മദ്യപാനം മാറുന്നില്ല. 25 വർഷമായി ഭർത്താവ് മദ്യപാനിയായി ജീവിക്കുന്നു. ഇതേപോലെ തന്നെ ചില കുടുംബങ്ങളുടെ സങ്കടക്കടലുകളുണ്ട്. എന്തു ചെയ്തിട്ടും ആ കുടുംബത്തിൻ്റെ ചില ബന്ധനെ കെട്ടുകയില്ല. സ്ഥലം വിൽപ്പന നടക്കുന്നില്ല, മക്കൾ വിവാഹം നടക്കുന്നില്ല, പഠിച്ചിട്ടും ജോലിയില്ലാത്ത അവസ്ഥ, പല പ്രാവശ്യം പരീക്ഷ എഴുതി വിജയിക്കാൻ പറ്റാത്ത അവസ്ഥ. എന്നാൽ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക, അഗ്നിയിൽ ഉരുകാത്തത് അരുണോദയത്തിലുരുകി. പ്രഭാതത്തിലുണർന്ന് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അത് സംഭവിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം ഓർമ്മിപ്പിക്കുക. യേശുവിൻ്റെ ജീവിതം നോക്കണം പ്രിയപ്പെട്ടവരെ. യേശുവിൻ്റെ ജീവിതം നമുക്ക് കാണിച്ചു തരിക. അവൻ പ്രാർത്ഥനയുടെ മനുഷ്യനായിരുന്നു. യേശുവിൻ്റെ ശക്തി എവിടെ നിന്നായിരുന്നു? മറ്റെവിടെയൊന്നുമല്ല. ഞാനും എൻ്റെ പിതാവും ഒന്നാ. ആ ദൈവത്തോട് ചേർന്നിരുന്ന ഈശോയെ നമ്മൾ കാണും. എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മളോട് വചനം പറയുക, യേശുവിൻ്റെ പ്രാർത്ഥനാ ജീവിതമാ ഓരോ ദൈവഭയം സ്വായത്തമാക്കേണ്ടത്, അനുഗ്രഹിക്കേണ്ടത്. മർക്കോസ് സുവിശേഷം 3-ാം അധ്യായം 13-ാം തിരുവചനം പറയുകയാണ്, യേശു മലമുകളിലേക്ക് പോയി തനിക്ക് ഇഷ്ടമുള്ളവരെ വിളിച്ചു. മലമുകളിലേക്ക് പോയി എന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം എന്താ? അവൻ പ്രാർത്ഥിക്കുവാനായി സമയം കണ്ടെത്തി. പ്രാർത്ഥിക്കുവാനായി അവൻ മലമുകളിലേക്ക് പോയി. എത്ര തിരക്കുണ്ടോ ആ തിരക്കൊക്കെ വിട്ടുപേക്ഷിച്ച് പ്രാർത്ഥിക്കുവാനായി അവൻ മലമുകളിലേക്ക് പോയി. വിശുദ്ധ ഫൗസ്തീന പുണ്യവതിയോട് ഈശോ പറയുന്നത് ഇങ്ങനെയാ, പ്രഭാതത്തിൽ പക്ഷികൾ ചലിക്കുന്നേക്കാൾ മുമ്പ്, നോക്കിയോ പക്ഷികളെ സ്വരമൊക്കെ കേൾക്കുന്നില്ലേ, അതിനേക്കാൾ മുമ്പ് എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചോ, ഞാൻ നിനക്ക് കൃപ തരും, കൃപ തരും, കൃപ തരും. പക്ഷികളൊക്കെ ചലിക്കുന്നേക്കാൾ മുമ്പ്, അവിടെ സ്വരങ്ങളൊക്കെ കേൾക്കുന്നേക്കാൾ മുമ്പ് കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ചോ, കൃപ ലഭിക്കും. പ്രഭാതത്തിൽ ഉണർന്ന് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ കൃപ ലഭിക്കുമെന്ന് വചനം വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരിക. വിശുദ്ധ പാദ്രി പിയോ, ഈ വിശുദ്ധന്റെ ജീവിതം കാണാൻ സാധിക്കും. വിശുദ്ധ ബലിയുണ്ടോ, ഇത് 3 മണിക്കൂർ 4 മണിക്കൂർ നേരത്തെ ഉണർന്ന് ആ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങിയ രാത്രിയുടെ യാമങ്ങളിൽ ഈ ദിവ്യ കാണ്ഡത്തിന് മുമ്പിൽ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ വന്ന് ഈ വ്യക്തി ഇരിക്കുക. എന്നാൽ നമുക്ക് കാണാൻ സാധിക്കും, ഈ ഇറ്റലിയിലെ താൻ വസിക്കുന്ന ആ ദേശത്തേക്ക് ബോംബിടാൻ പോവുക, ബോംബ് വർഷിക്കാൻ പോവുക. പക്ഷേ അവിടെ ഒരു സംഭവം നടക്കുക, ആ ദേശത്ത് ബോംബ് വീഴുന്നില്ല. അതിൻ്റെ കാരണം എന്താ? ഈ പാദ്രി പിയോ എന്ന് പറയുന്ന വിശുദ്ധൻ, ഈ വിശുദ്ധനിലെ ആ വിശുദ്ധനിലെ ആ പ്രാർത്ഥനാ ചൈതന്യം ആ ദേശത്ത് വധിക്കേണ്ട ആ അപകടം അവിടെ നിന്ന് മാറിപ്പോകുക. നമ്മുടെ കുടുംബത്തിലുണ്ടല്ലോ പ്രാർത്ഥിക്കുന്ന ഒരു അപ്പൻ, പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയുണ്ടോ, ആ കുടുംബത്തിൽ ഏതൊക്കെ തിന്മകൾ വരുമോ, ഏതൊക്കെ പതിക്കേണ്ട ഏതൊക്കെ രീതിയിലുള്ള അപകടങ്ങളുണ്ടോ, പ്രാർത്ഥിക്കുന്ന വ്യക്തികളുണ്ടോ, അതിൽ നിന്ന് മാറിപ്പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ കാലഘട്ടത്തിൽ നോക്കിക്കോ, നമ്മൾ പ്രാർത്ഥിക്കുന്ന അപ്പനാണ്, പ്രാർത്ഥിക്കുന്ന അമ്മയാണ് എന്ന് നമ്മെക്കുറിച്ച് നമ്മുടെ മക്കൾക്ക് പറയാൻ സാധിക്കുമോ? നമ്മളൊരു കാര്യം തിരിച്ചറിയണം, ഒരു ദിവസം നമ്മൾ മരിക്കും. മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ആ ശവപഞ്ചത്തിന് മുമ്പിൽ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ വന്നിരിക്കുന്നുണ്ട്. നമ്മുടെ മുറ്റത്ത് നമ്മുടെ ശവപഞ്ചം വയ്ക്കുന്നുണ്ട്. ഇതിനുശേഷം ദേവാലയത്തിലെ കർമ്മങ്ങളൊക്കെ കഴിയുന്നേക്കാൾ മുമ്പ് ഭവനത്തിലെ കർമ്മങ്ങളുണ്ട്. അതിൻ്റെ അവസാനം ഇങ്ങനെ പറയും, ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ കാത്തു, അതിനാൽ നീതിയുള്ള ന്യായാധിപനായ കർത്താവ് നീതിയുടെ കിരീടം എന്നെ അണിയിക്കുമാറാകട്ടെ. എന്നിട്ട് നോക്കിക്കോ, ഈ കിരീടം പിടിച്ചോണ്ട് അച്ഛൻ വന്ന് ഇങ്ങനെ പറയും, വിശ്വസ്തരായ ഭൃത്യർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മളെക്കുറിച്ച് ഒരു ദിവസം നമ്മുടെ ശിരസിൽ ഈ പുഷ്പകിരീടം വെച്ച് പറയേണ്ടതാണ്. എന്നാൽ നമുക്ക് ബോധ്യം ഉണ്ടാവണം, എൻ്റെ ജീവിതം എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്കൊരു സ്പിരിച്വൽ പവർ ഉള്ള വ്യക്തിയായിരുന്നു, പ്രാർത്ഥനയിൽ ശക്തി കണ്ടെത്തിയ ഒരു വ്യക്തിയായിരുന്നു. എൻ്റെ കുടുംബത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അഭയം കണ്ടെത്തിയത് പ്രാർത്ഥനയിലാണ്. അവിലായൊരു വിശുദ്ധ ത്രേസ്യ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ മാതൃക.
അവിലാരി വിശുദ്ധ ത്രേസ്യ പറയുന്നുണ്ട്, പ്രാർത്ഥിക്കാത്ത വ്യക്തിയെ പിശാചിന് പെട്ടെന്ന് വീഴ്ത്താൻ സാധിക്കും. നമ്മൾ വിചാരിക്കുന്ന പിശാചിന് വീഴ്ത്താൻ സംഘടനകളെ വീഴ്ത്താൻ പറ്റുമെന്ന് വിചാരിക്കുന്നത്, അല്ലെങ്കിൽ ശക്തിയുള്ള വ്യക്തികളെ അല്ലെങ്കിൽ ഭക്തി പ്രസ്ഥാനങ്ങളൊക്കെ വീഴ്ത്താൻ സാധിക്കുന്ന നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെയല്ല, പ്രാർത്ഥിക്കാത്ത വ്യക്തിയെ പിശാചിന് പെട്ടെന്ന് വീഴ്ത്താൻ സാധിക്കും. പ്രാർത്ഥനയാണ് പ്രിയപ്പെട്ടവരെ പിശാചിനെതിരെയുള്ള ഏറ്റവും വലിയ പോരാട്ടം. യേശുവിൻ്റെ ജീവിതം ഒന്ന് നോക്കി. യേശു കാണിച്ചു തരിക, അവൻ മാമോദീസ സ്വീകരിക്കുന്ന യോർദാൻ നദിയിൽ വെച്ച് പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ വന്നു നിന്നു. പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ വന്ന് നിറയുന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവരിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള സ്വരം സ്വർഗത്തിൽ നിന്ന് കേട്ടു. പിന്നീട് ആ വചനത്തെ കാണുകയാണ്, 40 രാവും 40 പകലും അവൻ മരുഭൂമിയിലേക്ക് പോയി. യേശുവിൻ്റെ ശക്തി എന്താ? ഈ പ്രാർത്ഥനയാ. 40 രാവും 40 പകലും പ്രാർത്ഥനയിലും ഉപവാസത്തിലും യേശു ചെലവഴിച്ചു. യേശുവിൻ്റെ ആത്മാവ് ബലപ്പെട്ടു, ആത്മാവ് ശക്തിപ്പെട്ടു. ഈ കാലഘട്ടത്തിലും പ്രിയപ്പെട്ടവരെ ശരീരത്തിന് ബലമുണ്ട്. നമ്മൾ നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ട്, 3-4 നേരം കഴിക്കുന്നുണ്ട്. മനസ്സിന് ഭയങ്കര മോട്ടിവേഷനൊക്കെ ഉണ്ട്, മോട്ടിവേഷൻ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പങ്കെടുക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ആത്മാവിനെ കുറിച്ച് എത്ര പേർക്ക് ബോധ്യമുണ്ട്? ആത്മാവ് ബലപ്പെട്ടിട്ടുണ്ടോ? ആത്മാവ് ശക്തിപ്പെട്ടിട്ടുണ്ടോ? എങ്ങനെയാണ് ആത്മാവ് ബലപ്പെടുക? നമുക്ക് കാണാൻ സാധിക്കും, അത് പ്രാർത്ഥനയിലൂടെയാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 15-ാം തിരുവചനം പറയുകയാണ്, അവർ വന്ന് തന്നെ രാജാവാക്കുവാൻ വേണ്ടി ബലമായി പിടിച്ചുകൊണ്ടുപോകാൻ ഭാവിക്കുന്നു എന്ന് മനസ്സിലാക്കി യേശു തനിയെ മലമുകളിലേക്ക് പിന്മാറി. നമ്മൾ നേരത്തെ കണ്ടു, ശിഷ്യന്മാരെ തെരഞ്ഞെടുക്കുന്നതിനേക്കാൾ മുമ്പ് യേശു മലമുകളിലേക്ക് പിന്മാറി. വീണ്ടും പറയുക, യേശുവിനെ പിടിച്ച് അവർ രാജാവാക്കാൻ നോക്കിയ യേശു മലമുകളിലേക്ക് പിന്മാറി എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശു പ്രാർത്ഥിക്കാൻ വേണ്ടി സമയം ചെലവഴിച്ചു. പ്രാർത്ഥിക്കുവാൻ യേശുവിന് സമയമുണ്ടായിരുന്നു. നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ നോക്കണം, എല്ലാത്തിനും സമയമുണ്ട്. ഭക്ഷണം കഴിക്കാനും സമയമുണ്ട്, എക്സസൈസ് ചെയ്യാനും നമുക്ക് സമയമുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാനും സമയമുണ്ട്, എല്ലാത്തിനും സമയമുണ്ട്. പലപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്ന പ്രാർത്ഥനാ ജീവിതം. വൈദികർ, സന്യസ്തര് അവർ പലപ്പോഴും അവരുടെ പ്രാർത്ഥനാ ജീവിതത്തെ നഷ്ടപ്പെടുത്തി കളയുന്നത് ജനക്കൂട്ടം കാരണം. പക്ഷെ ജനക്കൂട്ടം പലപ്പോഴും അത് നമ്മുടെ ജീവിതത്തിൽ പ്രലോഭന സാധാരണ നമുക്ക് വിട്ടുതരുന്ന നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ കളയുന്നതിന് വേണ്ടി. ജനക്കൂട്ടം നമ്മൾ ഉയർത്തും, അവിടെ താഴേക്കിട് നമുക്ക് കാണാൻ സാധിക്കും. യേശുവിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുക, ഇതാ വീണ്ടും മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 13-ാം തിരുവചനം പറയുകയാണ്, അവൻ ജനക്കൂട്ടത്തെ പിരിച്ചു വിട്ടതിന് ശേഷം ഏകാന്തതയിൽ പ്രാർത്ഥിക്കുവാൻ മലമുകളിലേക്ക് പോയി. കണ്ടോ, ജനക്കൂട്ടത്തെ പിരിച്ചു വിട്ടതിന് ശേഷം ഏകാന്തതയിൽ പ്രാർത്ഥിക്കാൻ യേശു മലമുകളിലേക്ക് പോയി. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഓർക്കണം, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വൈദികർ, സന്യസ്തർ വീഴ്ചകൾ വന്നിട്ടുണ്ടോ? പലപ്പോഴും ജനക്കൂട്ടത്തെ നമ്മൾ പിരിച്ചുവിടാതെ ഇരിക്കുന്നുകൊണ്ടാണ്. വൈകുന്നേരമായി ഇതാ യുവാക്കളൊക്കെ നമ്മുടെ പള്ളിമേടയിലേക്ക് വരുന്നു, അവരോട് സംസാരിക്കണം, അതൊക്കെ നമ്മുടെ ശുശ്രൂഷയുടെ ഭാഗം. എന്നാൽ ഈ ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ട് വൈദികൻ പ്രാർത്ഥിക്കുവാനായി സമയം കണ്ടെത്തണം. ഇതുപോലെ തന്നെ വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, ഇതാ ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള തിരുവചനം കാണുകയാണ്. യേശുവിൻ്റെ കീർത്തി പൂർവാധികം വ്യാപിച്ചതേയുള്ളൂ. അവൻ്റെ വാക്ക് കേൾക്കുന്നതിനും രോഗശാന്തി നേടുന്നതിനും ആളുകൾ തിങ്ങിക്കൂടി. അവൻ വിജന പ്രദേശത്തേക്ക് പിൻവാങ്ങി അവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. യേശുവിൻ്റെ വാക്ക് കേൾക്കുവാനും അവൻ്റെ അടുക്കൽ വന്ന് സൗഖ്യം കിട്ടാനും വേണ്ടി ജനക്കൂട്ടം വന്നിരിക്കുക. പക്ഷെ യേശു എന്താ ചെയ്തേ? ഈ ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ട് യേശു പ്രാർത്ഥനയിൽ സമയം ചെലവഴിച്ചു. തിരഞ്ഞെടുക്കപ്പെട്ടവർ വീണ് പോയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്താത്തതുകൊണ്ടാണ്, ദൈവസന്നിധിയിൽ ഇരിക്കാൻ സമയം കണ്ടെത്താത്തതുകൊണ്ടാണ്, ദൈവത്തോട് ആലോചന ചോദിക്കാൻ സമയം കണ്ടെത്താത്തതുകൊണ്ടാണ്.
ഇന്ന് തിരക്ക് വരുന്നുണ്ട്, അത് പിശാച തരുന്നത്. അതുകൊണ്ട് തന്നെ ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ട് പ്രാർത്ഥനയിൽ സമയം കണ്ടെത്താൻ ഓരോ സമർപ്പിതരും സമയം കണ്ടെത്തണം. നമ്മുടെയൊക്കെ യാമപ്രാർത്ഥനകളുണ്ട്. 7 ഘട്ടങ്ങളെക്കുറിച്ച്, 7 യാമങ്ങളെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. വൈകുന്നേരം 6 മണി മുതൽ 9 മണി വരെ റംസ പ്രാർത്ഥന നമ്മൾ ഇരുന്നുണ്ട്. 9 മുതൽ 12 വരെ അടുത്ത യാമം, 12 മുതൽ 3 മണി വരെ അടുത്ത യാമം, അതുപോലെ 3 മണി മുതൽ 6 മണി വരെ അടുത്ത യാമം, 6 മണി മുതൽ 9 മണി വരെ സപ്ര. നമുക്കറിയാം ഇങ്ങനെയുള്ള യാമങ്ങളുണ്ട് എന്ന്. നോക്കിക്കോ, 1-ാം യാമം ആരംഭിക്കുന്നത് സുറിയാനി ക്രമത്തിൽ നാം കാണുക വൈകുന്നേരം 6 മണി മുതൽ 9 മണി വരെ ഇരുട്ട് തുടങ്ങുന്ന സമയമാ. ഇരുട്ട് എന്ന് പറയുന്നത് എന്താ നമുക്കറിയാം. അത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇരുട്ട് അത് കള്ളന്റെ പ്രതീകമാണ്. ഈ കള്ളം വരുന്നത് മോഷ്ടിക്കുവാനും നശിപ്പിക്കുവാനും. ഇരുട്ട് പ്രവേശിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയിലേക്ക്, ആ ദേശത്തേക്ക് ഇരുട്ട് വരുമ്പോൾ പ്രകാശം ഉണ്ടാകണം. ആ പ്രകാശമാണ് പ്രാർത്ഥന. വീണ്ടും 9 മണി മുതൽ 12 മണി വരെയുള്ള അടുത്ത യാമം മദ്യപാനം, അതുപോലെ തന്നെ അശുദ്ധി, തിന്മകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സമയമാണ്. വീണ്ടും 12 മണി മുതൽ 3 മണി വരെയുള്ള സമയം ലോകത്തിലെ ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങൾ, മ്ലേച്ഛതകൾ, തിന്മകൾ, ബ്ലാക്ക് മാസ് ഇതൊക്കെ കുടികൊള്ളുന്ന സമയമാണ്. ഇതുപോലെ തന്നെ 3 മണി മുതൽ 6 മണി വരെയുള്ള സമയം, പുലർച്ചെയുള്ള സമയം ഏറ്റവും കൃപ നമ്മിലേക്ക് ഒഴുകുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, കൃപയുടെ സമയം, കൃപ ജ്വലിക്കണം, കൃപ ജ്വലിക്കണം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ. അതുകൊണ്ട് സഭാപിതാക്കന്മാർ അങ്ങനെ നമുക്ക് വേണ്ടി ക്രമീകരിച്ച് തന്നിരിക്കുന്നത്. നമ്മൾ നമ്മുടെ ആത്മീയ ജീവിതത്തെ നോക്കണം. നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്. എത്ര നേരം ഭക്ഷണം കഴിക്കുന്നേ? നേരത്തെ പറഞ്ഞതുപോലെ 4ഉം 5ഉം പ്രാവശ്യം നമ്മൾ ഭക്ഷണം കഴിക്കുന്നു. എന്നാൽ ഭക്ഷണം കഴിക്കാൻ നമ്മൾ മറക്കാറില്ല. എന്തുകൊണ്ടാ? ഈ ശരീരത്തിന് നമുക്ക് വിശപ്പ് വരുന്നുണ്ട്. ഈ ശരീരത്തിൻ്റെ വിശപ്പിനെ നമ്മൾ അതിജീവിക്കാൻ ഭക്ഷണം കഴിക്കുന്നു. നമ്മുടെ ശരീരം പുഷ്ടി പ്രാപിക്കുന്നു. ഇതുപോലെ തന്നെ മനുഷ്യന് ആത്മാവുണ്ട്. ഈ ആത്മാവിന് വിശക്കുന്നുണ്ട്. ആത്മാവിനെ നമ്മൾ പോഷിപ്പിക്കണം, ആത്മാവിനെ ശക്തിപ്പെടുത്തണം. ആത്മാവിനെ പോഷിപ്പിക്കുന്ന മക്കളെ പ്രാർത്ഥന, കൂദാശ ജീവിതം, വിശുദ്ധ കുർബാന, കുംഭസാരം, ദൈവവചനം, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നത്, പരിശുദ്ധ അമ്മയുള്ള ബന്ധം, അതുപോലെ ഉപവാസം, പ്രാർത്ഥന, എങ്കിൽ ആത്മാവ് ചൊല്ലിക്കുന്ന വ്യക്തികളായി ഓരോ സമർപ്പിതരും മാറണം. എങ്കിൽ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് നമുക്ക് ആത്മീയ ജീവിതത്തെ വളരാൻ പറ്റാത്തത്? ഓരോ ദൈവവൈദ്യരും തിരിച്ചറിയണം. നമ്മെ സംബന്ധിച്ചിടത്തോളം ചില മേഖലകളിൽ നമ്മൾ ചെന്നുപെട്ട് കിടക്കുക. ആ മേഖലകളിൽ നിന്ന് നമുക്ക് ഒരു ഉയർപ്പുണ്ടാവണം. എങ്കിലാണ് ആത്മീയ ജീവിതത്തിൽ ഉണരാൻ നമുക്ക് സാധിക്കുക. ഒന്നാമത്തെ മേഖലയാണ് നമ്മൾ ശുശ്രൂഷ ചെയ്യുന്നു, നമുക്ക് വേണ്ടിയല്ല മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നു. വചനം കാണുകയാണ്, മിക്കാപ്രവാസന പുസ്തകം 6-ാം അധ്യായം 15-ാം തിരുവചനം. നീ വിതയ്ക്കും, എന്നാൽ കൊയ്യുന്നില്ല. നീ ഒലിവാട്ടും, എന്നാൽ ആ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നില്ല. നീ മുന്തിരി പിഴിയും, എന്നാൽ വീഞ്ഞ് കുടിക്കുകയില്ല. നമ്മൾ വിവിധ ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ട്, വിവിധ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ നീ വിതയ്ക്കുന്നു, എന്നാൽ നീയല്ല കൊയ്യുന്നത്. നീ മുന്തിരി പിഴിയുന്നു, എന്നാൽ നീ വീഞ്ഞു കുടിക്കുന്നില്ല. നീ ഒലിവാട്ടുന്നു, എന്നാൽ നീ ആ എണ്ണ കൊണ്ട്, ആ ഒലിവെണ്ണ കൊണ്ട് നീ അഭിഷേകം ചെയ്യുന്നില്ല. നമ്മൾ നമ്മുടെ മക്കളോട് പറയും, പള്ളി പോടാ, മക്കള് പള്ളി പോണം, മക്കള് കുമ്പസാരിക്കണം, മക്കള് കാറ്റീസിന് പോകണം, നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം. ഇതൊക്കെ മക്കളെ ഉപദേശിക്കാറുണ്ട്. എന്നാൽ ഈ അപ്പനെ അമ്മയൊന്ന് ചിന്തിച്ചു നോക്കിയേ, അവരുടെ ആത്മീയ ജീവിതം, മക്കള് നന്നാവണം, മക്കളെക്കുറിച്ച് സ്വപ്നം കാണുന്നുണ്ട്. മക്കളാകാശ നക്ഷത്രങ്ങൾ പോലെ ഉയർന്നു നിൽക്കണം, ഏത് കൂരാക്കൂരിലും തിളങ്ങി നിൽക്കണം. എൻ്റെ മക്കൾ വിശുദ്ധിയോടുകൂടി ജീവിക്കണം, എൻ്റെ മക്കൾ ഉയർന്നു നിൽക്കണം. എല്ലാ മാതാപിതാക്കളും സ്വപ്നം കാണുന്ന. എന്നാൽ നീ മക്കളെ ഉപദേശിക്കുന്നുണ്ട്, നിന്റെ ആത്മീയ ജീവിതം എങ്ങനെ കിടക്കുന്നേ? നീ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്, നിനക്ക് വേണ്ടിയല്ല മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ഞാൻ ധ്യാനിപ്പിക്കാൻ പോകുമ്പോൾ ഓരോ പള്ളികളിൽ ചെന്ന് കഴിയുമ്പോൾ കാണുന്നതാണ്, ഇത് ദൈവജനം മുഴുവൻ ധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുക.
ദൈവജനം 5 ദിവസം നടക്കുന്ന 4 ദിവസം നടക്കുന്ന ഈ ധ്യാനത്തെ പങ്കെടുക്കുന്നു, നല്ല കുമ്പസാരം നടത്തുന്നു, അതുപോലെ തന്നെ പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നു, പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ജീവൻ നയിക്കുവാൻ വേണ്ടി ജനം ഇറങ്ങി തിരിക്കുക. എന്നാൽ നമ്മൾ കാണുകയാണ്, ഈ പള്ളിയിൽ ഇതിനു വേണ്ടി ഓടി നടക്കുന്ന ചില വ്യക്തികളുണ്ട്. ഇതൊക്കെ കപ്പ്യാരന്മാര്, അതുപോലെ കൈക്കാരന്മാര്. ഇവരെ സംബന്ധിച്ചിടത്തോളം അവര് ധ്യാനത്തിന് ലൈറ്റ് ഇടാനും സൗണ്ട് സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുവാനും അച്ഛന് ഭക്ഷണം കൊണ്ടുവയ്ക്കാനും അച്ഛൻ്റെ ടീമിനെ നോക്കാൻ വേണ്ടി പോവുക. അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എല്ലാവരും ധ്യാനത്തിൽ പങ്കെടുക്കണം. അച്ഛൻ്റെ ഭക്ഷണത്തെക്കുറിച്ച് നിങ്ങൾ ബോധേടാവണ്ട. എന്ത് തന്നാലും അച്ഛൻ കഴിച്ചോളാം. അതുകൊണ്ട് തന്നെ എനിക്ക് കഞ്ഞിയും പയറും മതി എന്ന് ഞാൻ പറയാറുണ്ട്. കണ്ടോ പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മെ ഓർമ്മപ്പെടുത്തിയ, നീ വിതയ്ക്കും എന്നാൽ കൊയ്യുന്നില്ല, നീ ഒലിവാട്ടും എന്നാൽ ആ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നില്ല. ഇതുപോലെ തന്നെ നീ മുന്തിരി പിടിയും എന്നാൽ നീ വീഞ്ഞു കുടിക്കുന്നില്ല. നമ്മൾ ശുശ്രൂഷ ചെയ്യുന്നു, നമ്മൾ അതിൻ്റെ അനുഗ്രഹം സ്വീകരിക്കാതെ പോകുന്നു. ഇത് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. രണ്ടാമതായി, എന്തുകൊണ്ടാണ് എനിക്ക് ആത്മീയ ജീവിതത്തിൽ വളരാൻ സാധിക്കാത്തത്? ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്താ സ്വർഗം തുറക്കാത്തത്? ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്താ ദൈവത്തിൻ്റെ വരധാരങ്ങൾ എന്നിലൂടെ ചൊലിക്കാത്തത്? രോഗശാന്തി വരെയില്ല, അതുപോലെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാത്ത എന്താണ് അതിന് സംഭവം? പ്രിയപ്പെട്ടവരെ, അടിസ്ഥാനപരമായി കൃപ നിലച്ചു പോകുന്ന ചില പാപത്തിൻ്റെ മേഖലകൾ നിന്റെ ഉള്ളിലുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിസ്ഥാനപരമായി കൃപ നിലച്ചു പോകുക. ചില ആസക്തികളാൽ കലുഷിതമായ മനസ്സ് നിന്നെ സംബന്ധിച്ചിടത്തോളം ജഡികാസക്തിയായിരിക്കാം, പുറമേ ഒന്നും കാണാനില്ല. പക്ഷേ നിന്റെ ഉള്ളിൻ്റെ മനസ്സിൽ കൊണ്ടുപോയി നടക്കുന്ന അവസ്ഥ, ഇതുപോലെ തന്നെ ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ, പ്രതികാര അഭിവാഞ്ച, അധികാരമോഹങ്ങൾ, നിന്റെ കൃപ നിലച്ചു പോകുന്ന അവസ്ഥയാ. നോക്കണം, ചില വ്യക്തികളുടെ ഉള്ളിൻ്റെ ഉള്ളുണ്ട് പ്രതികാര ശക്ത എന്ന പ്രതികരണം പലപ്പോഴും മൈൽഡായിട്ട. ആ പ്രതികാര ശക്തമാ പ്രതികരണം പലപ്പോഴും മൈൽഡായിട്ട. ക്ഷമിക്കാൻ പറ്റാത്ത മേഖല. ഹെബ്രായർ 12:15 പറയുകയാണ്, ദൈവകൃപ ആർക്കും നഷ്ടമാകാതിരിക്കുവാൻ വേണ്ടി സൂക്ഷിക്കുവേൻ, വിദ്വേഷത്തിന്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കുവാൻ വേണ്ടി സൂക്ഷിക്കുവേൻ. വിദ്വേഷം മൂലം പലരും അശുദ്ധരായിട്ടുണ്ട്. നിന്റെ ഉള്ളിൻ്റെ ഉള്ളില് ഇതുപോലത്തെ കൃപ നിലച്ചു പോകുന്ന പ്രതികാര ചിന്ത, വെറുപ്പിന്റെ, വൈരാഗ്യത്തിന്റെ മേഖലകളുണ്ടോ? നിന്നിലേക്ക് ദൈവത്തിന്റെ കൃപയൊഴുകുന്ന നിലച്ചു പോകുക. ഒരു വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വെറുപ്പിന്റെ വിദ്വേഷ പേരുണ്ടോ, ആ വ്യക്തി എത്ര പ്രാർത്ഥിച്ചിട്ടും ഒരു കാര്യവുമില്ല. അതാ വചനം പറയുന്നേ, ദൈവകൃപ ആർക്കും നഷ്ടമാകാതിരിക്കുവാൻ വേണ്ടി സൂക്ഷിക്കുവിൻ, വിദ്വേഷത്തിന്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കുവാൻ വേണ്ടി സൂക്ഷിക്കുവിൻ. അതുകൊണ്ട് തന്നെ അടിസ്ഥാനപരമായി കൃപ നിലച്ചു പോകുന്ന മേഖലകൾ നമ്മൾ തിരിച്ചറിഞ്ഞ് തിരുത്താൻ തയ്യാറാവണം. മൂന്നാമതായി നമുക്ക് പറഞ്ഞു തരികയാണ്, ദൈവവചനത്തെ വേണ്ട വിധം എടുക്കാതിരിക്കുന്നു. ഏതൊക്കെ വ്യക്തികളാണോ ദൈവവചനത്തിന് വില കൊടുത്ത് ആ വ്യക്തികളെയൊക്കെ കർത്താവ് അനുഗ്രഹിച്ചിട്ടുണ്ട്. നമുക്ക് കാണാൻ സാധിക്കും, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 63-ാം തിരുവചനം, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്ന വചനങ്ങൾ ആത്മാവും ജീവനുമാ. ദൈവവചനത്തിന് ശക്തിയുണ്ട്. ഈ വചനത്തിന് വില കൊടുക്കണം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 3-ാം തിരുവചനം പറയുകയാണ്, ഈ പ്രവചനത്തിന് ഓരോ വാക്കും വായിക്കുകയും കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവൻ അനുഗ്രഹീതൻ. ദൈവവചനം കേട്ടാൽ അനുഗ്രഹം, വായിച്ചാൽ അനുഗ്രഹം, ഈ ദൈവവചനം ജീവിച്ചാൽ അനുഗ്രഹമാണ്. വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുക, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 6-ാം തിരുവചനം പറയുകയാണ്, ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. നീ വചനത്തെ സ്നേഹിച്ചോ, എന്നാൽ ഈ വചനം നിന്നെയും ചേർത്ത് പിടിക്കും. അതുകൊണ്ട് വീണ്ടും നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ കാണുന്നുണ്ട്, ദൈവത്തിൻ്റെ വചനം ന്യായപ്രമാണ ഗ്രന്ഥം ഒരു വ്യക്തി ജീവിക്കുന്നു, അതിന് വില കൊടുക്കുന്നു, നിനക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളാണ് അതിനകത്ത് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ വചനത്തിന് വില കൊടുക്കണം പ്രിയപ്പെട്ടവരെ. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും എന്തുകൊണ്ടാണ് കൃപയിൽ വളരാൻ സാധിക്കാത്തത്. 4-ാമത്തെ കാര്യമാണ് ഒരുക്കത്തിൻ്റെ കുറവ്. യേശു
30 വർഷക്കാലം ഒരുങ്ങി. എന്തിനു വേണ്ടി? 3 വർഷത്തെ പരസ്യ ജീവിതത്തിന്. കുരിശുമരണത്തിനൊരുക്കമായി ഒരാഴ്ചക്കാലം യേശു ഒരുങ്ങി. പെന്തക്കോസ്തായിക്ക് വേണ്ടി സ്ലീഹന്മാർ ഒരുങ്ങി. ഇതുപോലെ പൗലോസ് സ്ലീഹായെ കാണാൻ സാധിക്കും. ഈ പൗലോസ് സ്ലീഹായുണ്ടല്ലോ, മനസ്സാന്തരപ്പെട്ട് 3 വർഷക്കാലമാ ഒരുങ്ങിയത്. അറേബ്യയിലേക്ക് പോയി എന്ന് ഗലാത്യക്കാരുടെ ലേഖനത്തിൽ കാണുന്നുണ്ടെങ്കിൽ നമ്മെ ഓരോരുത്തരെയും അവിടുന്ന് ഓർമ്മപ്പെടുത്തിയ നമുക്കും ഒരുക്കത്തിൻ്റെ കുറവ് വന്നാൽ ആത്മീയ ജീവിതത്തിൽ വളരാൻ സാധിക്കുകയില്ല. ഒരു ദിവസം നമുക്കുള്ളത് 24 മണിക്കൂറാണ്. അതിൽ 8 മണിക്കൂർ പ്രാർത്ഥനയ്ക്ക് വേണ്ടി, 8 മണിക്കൂർ പ്രവർത്തനത്തിന് വേണ്ടി, 8 മണിക്കൂർ വിശ്രമത്തിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കണം. പ്രിയപ്പെട്ടവരെ, ഏലിയ നമ്മെപ്പോലൊരു മനുഷ്യൻ. അവൻ പ്രാർത്ഥിച്ചു. 3 വർഷവും 6 മാസവും ഭൂമിയിൽ മഴ പെയ്തില്ല. ഏലിയ വീണ്ടും പ്രാർത്ഥിച്ചു. 3 വർഷവും 6 മാസവും ഭൂമിയിൽ മഴ പെയ്തു. ഏലിയ നമ്മെപ്പോലെ ഒരു മനുഷ്യൻ.